Good evening to all of you. Class റെക്കോർഡിങ്ങിലാണ് റെക്കോർഡ് ലിങ്ക് നമ്മൾ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നാളെ നമ്മൾ എന്ത് ചെയ്യും പിന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ലൈവായിട്ട് ക്ലാസ് റെക്കോർഡ് കാണാൻ പറ്റും. ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യമായി ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എങ്ങനെ? ബിറ്റ്വീൻ ആൻഡ് എമംഗ്, ഈ രണ്ടുമുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ബിറ്റ്വീൻ എമംഗും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ട് ആളുകളുടെ ഇടയിൽ രണ്ട് എണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ വി ക്യാൻ യൂസ് ബിറ്റ്വീൻ. And if we use the word among, it has to be more than two people. അതായത് രണ്ടിൽ കൂടുതൽ ആളുകളോ മറ്റോ വരുമ്പോൾ മാത്രമാണ് നമ്മൾ എമംഗ് എന്ന വേർഡ് യൂസ് ചെയ്യുക. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എമംഗ്, AMONG ആണ്, എമോങ് എന്നല്ല, പകരം എമംഗ് എന്നാണ് ഉച്ചരിക്കുക കേട്ടോ. പിന്നെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നോർമൽ ടൈമിലല്ല നമ്മൾ ക്ലാസ് എടുക്കുക. പകൽ സമയങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ഫ്രീ അനുസരിച്ച് ഒരു ക്ലാസ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണ ശാസ്ത്രം ഒന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ക്ലാസ് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കിട്ടുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ നമുക്ക് പൊതുവിൽ ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണത്തിൽ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണം മറ്റുള്ളവരുടെ ഇടയിൽ പരിഹസിക്കപ്പെടാതെ നമുക്ക് ഉച്ചരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ എമംഗ് കഴിഞ്ഞ് അടുത്ത ഭാഗം നിങ്ങൾക്ക് അവിടെ ഒരു സൈലൻറ്റിങ് കാണാൻ പറ്റും. ദ ഫോളോവിങ് ആർ ദ കോമണസ്റ്റ് കൊളൊക്കേഷൻസ് വിത്ത് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പ്രിപ്പൊസിഷൻസ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ കൊളൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ക്ലാസ് റൂമിൽ ഡിഗ്രി കോഴ്സ് ചെയ്യുകയോ ചെയ്ത് കഴിയുകയോ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പറഞ്ഞ കൊളൊക്കേഷൻസ് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അവർ ഫസ്റ്റ് സെമസ്റ്ററിന് പഠിക്കുന്നവരുടെ ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബന്ധപ്പെട്ട് കണ്ടവർക്ക് കുറച്ച് കൊളൊക്കേഷൻസ് പഠിക്കാനുണ്ട്. നമ്മൾ ഒരു വേർഡ് മാത്രം അറിഞ്ഞതുകൊണ്ട് ആ വേർഡ് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാവണം എന്നില്ല. പകരം നമ്മൾ ആ വേർഡിൻ്റെ കൂടെ ചേരുന്ന മറ്റു വാക്കുകൾ കൂടി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ആ വേർഡ് ശരിയാം വിധം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ടെലിഫോൺ ചെയ്യുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഒരു ശൈലിയാണ് മേക്ക് എ കോൾ. അപ്പോൾ മേക്ക് എ കോൾ എന്ന് പറഞ്ഞാൽ കോൾ ഉണ്ടാക്കിയല്ല, കോൾ ഉണ്ടാക്കിയല്ല, കോൾ ചെയ്യാണ്. എന്നാൽ കോൾ ചെയ്യുന്നതിന് ആരെങ്കിലും ഡു എ കോൾ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇംഗ്ലീഷുകാർ എങ്ങനെയാണോ ഈ ഒരു കാര്യം ചെയ്തത് അതുപോലെ തന്നെ വേണം നമ്മൾ ഈ കാര്യം പറയാൻ. അപ്പോൾ മേക്ക് എ കോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കോൾ ഒരാളെ രശ്മി മൈക്ക് ഓണാണ്, ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക്സ്. അപ്പോൾ മേക്ക് എ കോൾ എന്ന് പറഞ്ഞാൽ കോൾ ഉണ്ടാക്കിയല്ല, കോൾ ചെയ്യുകയാണ്. ഫോണിൽ കോൾ ചെയ്യുന്നതിന് മേക്ക് എ കോൾ എന്നാണ് പറയുക. അത് കോളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കൊളൊക്കേഷൻസ് ആണ് മേക്ക് എ കോൾ. ഇനി കഴിഞ്ഞില്ല, ഇനി അടുത്തൊരു കൊളൊക്കേഷൻ നമുക്ക് ചർച്ച ചെയ്യാം. സാധാരണ കമ്മിറ്റ് സൂയിസൈഡ് എന്നാണ് പറയുക. ഈ കമ്മിറ്റ് സൂയിസൈഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആത്മഹത്യ ചെയ്യാം. എന്നാൽ അതിന് ഡു സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ ഇംഗ്ലീഷ് ആവൂലേ? അങ്ങനെ പറഞ്ഞാൽ ബ്രോക്കൺ ഇംഗ്ലീഷ് ആവുള്ളൂ, ഒറിജിനൽ ഇംഗ്ലീഷ് ആവില്ല. കാരണം ഇംഗ്ലീഷുകാർ പറയുന്ന ശൈലിയിൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഒറിജിനൽ ഇംഗ്ലീഷ് ആവുള്ളൂ. അല്ലെങ്കിൽ അണ്ണന്മാർ മലയാളം പറഞ്ഞ മാരിക്കിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ, അല്ലേ? അണ്ണന്മാർ മലയാളം പറയുമ്പോൾ എന്താ നമുക്കുള്ള ഇത് പലപ്പോഴും ചിരിക്കാൻ തോന്നും, അല്ലേ? മലയാളം ഒരു സുഖമില്ല, ഒരു എന്തൊക്കെയോ പോലെ, അല്ലേ? ഓക്കെ, അപ്പോൾ മലയാളം സുഖകരമാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പേജ് നമ്പർ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മോണ്ടിസോറി ഉള്ള ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ്.
ഇവിടെ പേജ് 229 ആണ്. അത് പല ബാച്ചിനും പല മോഡലാണ് പേജ് വരുന്നത്. പേജ് നമ്പർ ടൈപ്പ് ചെയ്യുന്നവർ അവർ യൂസ് ചെയ്യുന്ന ബുക്ക് ഏത് കോഴ്സിൻ്റെ ബുക്കാണ്, ഏത് മീഡിയ ആണെന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലാസ്സിൽ മറ്റുള്ളവർക്ക് പ്രയോജനമായിരിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും ഓക്കെ. അത് മീഡിയം മലയാളം ആണെങ്കിൽ 24 ആണ്. മീഡിയം ഇംഗ്ലീഷ് ആണെങ്കിൽ സോറി മീഡിയം മലയാളം ആണെങ്കിൽ എൻ്റെ ഇത് മീഡിയം മാറിയോ കേട്ടോ, ഒരു മിനിറ്റ്. മീഡിയം ഇംഗ്ലീഷ് ആണെങ്കിൽ 24, മീഡിയം മലയാളം ആണെങ്കിൽ 229 ആണ് പേജ് വരിക. കാരണം നമ്മളെ ഈ ബുക്കിൽ കണ്ടന്റുകൾ ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് പറ്റി പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ കൊളോക്കേഷൻ സ്റ്റൈല് പഠിക്കണം, നന്നായി പഠിക്കണം. അപ്പോൾ ഇവിടെ അറ്റ് ചേർന്ന ഒരുപാട് ശൈലികളുണ്ട്, ബൈ ചേർന്ന കുറേ ശൈലികളുണ്ട്, ഇന്ന് ചേർന്ന ശൈലികളുണ്ട്, ഓൺ ചേർന്നതുണ്ട്, ഔട്ട് ചേർന്നതുണ്ട്. പ്രധാനപ്പെട്ടത് 2-3 വരി ഞാൻ പറയുന്നുണ്ട്, ബാക്കി എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളത് നിങ്ങളെല്ലാവരും കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഈ വെറും ബൈഹാർട്ട് പഠിപ്പിക്കുന്ന രീതിയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ അവരെ കഴിവ് കൂടി ഇതിൽ പ്രയോജനപ്പെടുത്തിയിട്ട് അവർ സ്വയം കണ്ടെത്തി പഠിക്കുന്ന രീതി കൂടി വേണം. കാരണം അവർ കേവലം ഒരു വിദ്യാർത്ഥികൾ മാത്രമല്ല, ട്രെയിനീസാണ്. അപ്പോൾ ട്രെയിനീസ് എന്ന് പറയുമ്പോൾ റിസർച്ച് അവർക്ക് ആവശ്യമാണ്, ഒരുതരം ഗവേഷണം അവർ ചെയ്യണം. ഗൂഗിളൊക്കെ ഉണ്ടല്ലോ മുമ്പേ അല്ലേ, ചെയ്യണം. നമുക്ക് അറ്റ് ചേർന്ന ശൈലി ആദ്യം നോക്കാം. അറ്റ് ഡിന്നർ. സോ അറ്റ് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നർ കഴിക്കുന്ന സമയത്ത് നടത്താം. ഡിന്നർ കഴിക്കുന്ന സമയത്ത് വി ക്യാൻ മീറ്റ് അറ്റ് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഡിന്നർ കഴിക്കുന്ന സമയത്ത് കാണാം എന്നാണ് അർത്ഥം. വി ക്യാൻ മീറ്റ് അറ്റ് ഡിന്നർ. മനസ്സിലാവണില്ലേ? നമ്മൾ ഈ പദാനുപദ പരിഭാഷ വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ ആകെ തെറ്റും. കുളന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് അണ്ണന്മാർ മലയാളം പറഞ്ഞ പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ശൈലികൾ പഠിക്കുക വേണം. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത്. ഓക്കെ, അറ്റ് ടേബിളിൽ കാരണം നമ്മൾ ടേബിളിന് മുമ്പ് ഇരിക്കേണ്ടത് എപ്പോഴാണോ അപ്പോഴൊക്കെ. അറ്റ് വർക്ക് ജോലിയിൽ. ഹി ഈസ് നോട്ട് ഹിയർ നൗ, അയാൾ ഇപ്പോൾ ഇവിടെ ഇല്ല. ഐ തിങ്ക് ഹി ഈസ് അറ്റ് വർക്ക്, ഞാൻ വിചാരിക്കുന്നത് അയാൾ ഇപ്പോൾ ജോലിയിലായിരിക്കുമെന്നാണ്. കണ്ടോ, ഐ തിങ്ക് ഹി ഈസ് അറ്റ് വർക്ക്. അറ്റ് പ്ലേ കളിസ്ഥലത്ത്. നൗ ഐ തിങ്ക് ദാറ്റ് ഹി ഈസ് അറ്റ് പ്ലേ. ഓക്കെ, അറ്റ് വാർ യുദ്ധത്തിൽ. ഇവിടെ യുദ്ധത്തിൽ ഏർപ്പെടുക എന്നൊരു അർത്ഥമുണ്ട്. യുക്രൈൻ ആൻഡ് റഷ്യ ആർ അറ്റ് വാർ നൗ. ഇപ്പോൾ റഷ്യയും യുക്രൈനും വാറിലാണ്. ഓക്കെ, അറ്റ് പീസ് സമാധാനത്തിൽ. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഇസ്രായേൽ ആൻഡ് പലസ്തീൻ ആർ നോട്ട് അറ്റ് പീസ്. ഇന്ന് വേണ്ട, ആർ നോട്ട് അറ്റ് പീസ്. ഇപ്പോൾ ഇസ്രായേലും പലസ്തീനും പീസിലാണ്. പീസ് എന്ന് പറഞ്ഞ സമാധാനത്തിൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, അറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മുഴുനീള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞ ശേഷം ഒന്നും കൂടി വിശദീകരിക്കാൻ വേണ്ടി പറയുന്നതാണ് അറ്റ് ലെങ്ത്. ഹി സ്റ്റഡീസ് ഹിസ് ലെസൺ thoroughly. He completes his notes completely, and he finishes his notes completely. I think he is a good student at length. വിശദമായി പറയുകയാണെങ്കിൽ അവൻ നല്ലൊരു വിദ്യാർത്ഥിയാണ്. ഓക്കെ, അറ്റ് ലാസ്റ്റ് അവസാനം. ഇതൊക്കെ നമ്മളിനി കേവലം ഒരു പരീക്ഷയ്ക്ക് പാസ്സാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ. കമ്മ്യൂണിക്കേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബുക്ക് കേവലം ഒരു നമ്മുടെ കോഴ്സ് പാസ്സാവുന്ന ബുക്ക് മാത്രമല്ല, ഇതിൽ കമ്മ്യൂണിക്കേഷന് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്കല്ല എങ്കിലും സ്പോക്കണ് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് കുറച്ച് മഴ കൊണ്ടു, തൽഫലമായിട്ട് നല്ല
ത്രോട്ടസോറൊക്കെ ഉണ്ട്, തൊണ്ടവേദന ഉണ്ട്, മാത്രമല്ല ജലദോഷവും ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് കുറച്ച് യാത്ര ഉണ്ടായിരുന്നു, അപ്പോൾ മഴയൊക്കെ കൊണ്ടുപോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിന് ദൈർഘ്യമായിട്ട് പോകണില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പഴയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനും, ക്ലാസ് ഓൾറെഡി നമ്മൾ പോർഷൻ അത്യാവശ്യം ലെവലിൽ പോകുന്നുണ്ട്. തേർഡ് ബാച്ചിൻ്റെ എക്സാം നമുക്ക് 2-3 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ എക്സാമൊക്കെ വരും. അപ്പോഴേക്കും ലെസൺസ് ഏറെക്കുറെ എല്ലാം കംപ്ലീറ്റ് ചെയ്യപ്പെടും. ഇപ്പം തന്നെ അത്യാവശ്യം നോർമലി അത്യാവശ്യം സ്പീഡിലാണ് പോകേണ്ടത് കേട്ടോ. എന്ന് കരുതി പഠിക്കാൻ വേണ്ടി കാത്തിക്കണ്ട, ഇനി പരീക്ഷ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിക്കണ്ട, ഇപ്പം തന്നെ പഠിച്ചോളൂ കാര്യങ്ങൾ. അപ്പോൾ അറ്റ് ലാസ്റ്റ് അവസാനം അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം കൂടി കൊടുത്തിട്ടുണ്ട്. ആസ് വൺ വിഷസ്, ഒരാൾ ആഗ്രഹിക്കുന്ന പോലെ. ഹി ഡിഡ് ഓൾ ദ വർക്ക് അറ്റ് വിൽ. അയാൾ ആഗ്രഹിക്കുന്ന പോലെയാണ് അയാൾ എല്ലാ ജോലിയും ചെയ്ത് തീർത്തത്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷ് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയുടെ അപ്പുറത്തേക്ക് പോകേണ്ടത്. ഇതൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് യഥാർത്ഥ ഇംഗ്ലീഷിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുള്ളൂ, അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ അറ്റുമായി ചേർന്ന ശൈലി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളിത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സഹായം തേടാം, വീട്ടിൽ ഡിക്ഷണറി നോക്കാം. ഈ ഡിക്ഷണറി ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓളം ഡിക്ഷണറി എന്ന് പറയുന്ന OLAM ഓളം ഡിക്ഷണറി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരു ഗവേഷണ രീതിയിൽ അറ്റ് ചേർന്ന മുഴുവൻ ശൈലികളും എഴുതി വെക്കുകയും ഉദാഹരണങ്ങൾ എഴുതിയിട്ട് പരിശീലിക്കുകയും ചെയ്യണം. അത് പറഞ്ഞും പരിശീലിക്കണം, എങ്കിലേ നമുക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ. അടുത്താണ് ബൈ ലാൻഡ് പറഞ്ഞാൽ കരയിൽ. ബൈ ലാൻഡ് മീൻസ് കരയിൽ. ബൈ ലാൻഡ്. ബൈ സീ, ഇനി ബൈ സീ എന്ന് പറയുമ്പോൾ കടലിൽ എന്ന അർത്ഥം കൂടാതെ കടലിലൂടെ എന്നും അർത്ഥമുണ്ട്. ഈ കെയിം ഫ്രം ദുബായ് ബൈ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അയാൾ ദുബായിൽ നിന്ന് വന്നത് കപ്പലിലൂടെയാണ്. കാരണം കടലിലൂടെ നീന്തിയാണ് അവർക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാൾ ദുബായിൽ നിന്ന് വന്നത് കപ്പലിലൂടെയാണ്. ബൈ സീ. ഇനി ബൈ എയർ മീൻസ് ബൈ ഫ്ലൈറ്റ്. ഹി വിൽ ഗോ ടു ആഫ്രിക്ക ബൈ എയർ. അയാൾ ഫ്ലൈറ്റിനാവും ആഫ്രിക്കയിൽ പോവുക. ഹി വിൽ ഗോ ടു ഡൽഹി ടുമോറോ ബൈ എയർ. അയാൾ ഫ്ലൈറ്റിലായിരിക്കും നാളെ ഡൽഹിയിൽ പോവുക. ഓക്കെ. ബൈ ഷിപ്പ് ബൈ പ്ലെയിൻ, രണ്ടും അതേപോലെ തന്നെ കൊടുത്തേക്കണ്. ബൈ ബസ്സിൽ. ബൈ കാറിൽ. ഹൗ ഡിഡ് യു കം ഹിയർ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? അപ്പോൾ അയാൾ പറയും ഐ കെയിം ഹിയർ ബൈ കാർ, ഞാൻ കാറിലാണ് ഇവിടെ വന്നത്. ഐ കെയിം ഹിയർ ബൈ ബസ്, ഞാൻ ബസ്സിലാണ് വന്നത്. ഇനി നടന്നുകൊണ്ട് വരുന്നതിന് ബൈ ഫൂട്ട് എന്നും പറയാറുണ്ട്. ബൈ ലെഗ് അല്ല, ബൈ ഫൂട്ട്. FOOT ബൈ ഫൂട്ട്. ഹൗ ഡിഡ് യു കം ടു ദ ഫംഗ്ഷൻ, നിങ്ങൾ ഫംഗ്ഷൻ എങ്ങനെയാണ് വന്നത്? ഐ കെയിം ടു ദ ഫംഗ്ഷൻ ബൈ ഫൂട്ട്, ഞാൻ ഫംഗ്ഷന് വന്നത് നടന്നുകൊണ്ടാണ്. ഓക്കെ. ഇനി ബൈ ഹാർട്ട്, നമ്മൾ എന്ത് കാണാതെ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബൈ ഹാർട്ട്. ഡിഡ് യു ലേൺ ഇറ്റ് ബൈ ഹാർട്ട്? കണ്ടോ എത്ര നല്ല പ്രയോഗങ്ങളാണ്. അപ്പോൾ ഉൾക്കൊള്ളണം. ഡിഡ് യു ലേൺ ഇറ്റ് ബൈ ഹാർട്ട്, നീ അത് കാണാതെയാണോ പഠിച്ചത്? ഓക്കെ. ബൈ ലെറ്റർ, കത്തിലൂടെ. ഐ കോണ്ടാക്റ്റഡ് മൈ ഫ്രണ്ട് ബൈ ലെറ്റർ ദാറ്റ് ടൈം, ഞാൻ അക്കാലത്ത് എൻ്റെ കൂട്ടുകാരിയെ കത്തിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ബൈ പോസ്റ്റിലൂടെ. ഹൗ ഡിഡ് യു ഗെറ്റ് ദ പാർസൽ, നിനക്ക് ഈ പാർസൽ എങ്ങനെ കിട്ടിയത്? ഐ ഗോട്ട് ദ പാർസൽ ബൈ പോസ്റ്റ്, എനിക്ക് പോസ്റ്റ് വഴിയാണ് ഈ പാർസൽ കിട്ടിയത്. ബൈ ഹാൻഡ്, കയ്യാലെ കൈമാറുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നേരിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ബൈ ഹാൻഡ്. അങ്ങനെ നേരിട്ട് കൈയോട് കൈ ചേർന്നുകൊണ്ട് കൈമാറുന്നതിനാണ് നമ്മളെന്ന് പറയാം ബൈ ഹാൻഡ് എന്ന് പറയാം. ബൈ ഹാൻഡ്, നേരിട്ട് കൈമാറുക. ബൈ കേബിൾ എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ. ഐ ഗോട്ട് ദി ഇൻഫർമേഷൻ ബൈ കേബിൾ, എനിക്ക് കേബിൾ വഴിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഫോണിലൂടെയാണ്, എനിക്ക് ഓൺലൈൻ വഴിയാണ്. എനിക്ക് ഇന്ന് കേബിളിൻ്റെ മീനിങ് അതൊക്കെ വരും കേട്ടോ. കാരണം ഇന്ന് കേബിൾ വഴിയാണ് ഈ സംവിധാനം ഒക്കെ വരുന്നത്.
ബൈ ടെലഗ്രാമിലൂടെ. ബൈ ഡേ എന്ന് പറഞ്ഞാൽ ബൈ ഡേ പകൽ സമയത്ത് ബൈ ഡേ. വാട്ട് ഡു യു ഡു ബൈ ഡേ? ദാറ്റ് മീൻസ് വാട്ട് ഡിഡ് യു ഡു അറ്റ് ഡേ ടൈം. ഈ ബൈ ഡേ എന്ന് പറഞ്ഞാൽ ഡേ ടൈമാണ്, പകൽ സമയത്ത് കേട്ടോ. ബൈയും ഞാൻ അവിടെ നിർത്തുകയാണ്, കാരണം എല്ലാം കൂടി അർത്ഥം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും മനസ്സിൽ കയറില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീട് ഇത് കണ്ടെത്തണം, ഡീപ്പായിട്ട് കണ്ടെത്തണം. അവ സമയം തരാം, ഒരാഴ്ച സമയമുണ്ട് കേട്ടോ. എക്സാമ്പിൾ എഴുതിക്കാണ്ട് നിങ്ങൾക്ക് എനിക്ക് അയക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് ഇന്ന് ചേർന്ന ശൈലിയാണ്. ഇൻ പബ്ലിക് പരസ്യമായി, ഇൻ പബ്ലിക് പരസ്യമായി, ഇൻ പ്രൈവറ്റ് രഹസ്യമായി, ഇൻ പ്രൈവറ്റ് രഹസ്യമായി. ഇൻ അടുത്ത് നോക്കുക, ഇൻ കോമൺ. അവിടെ ഞങ്ങൾ അറിയാതൊരു കോമ വന്ന് പെട്ടക്കണ്. അവിടെ കോമല്ല, ഇൻകോമൺ ഒറ്റ വാക്കാണ്. ഇൻകോമൺ ഒറ്റ വാക്കാണ്. കോമ അവിടെ കട്ട് ചെയ്താളി. ടെക്സ്റ്റ് ബുക്കിൽ ആ കോമ കാണുന്നുണ്ടെങ്കിൽ ആ കോമ കട്ട് ചെയ്താളി. പിന്നെ ഇൻ കോമൺ പൊതുവായിട്ട്. ഓക്കെ. പിന്നെ ഇൻ കോമൺ പൊതുവായിട്ട്. ഇൻ ഫൺ തമാശയായിട്ട്, ഇൻ ഫൺ തമാശയായിട്ട്. ഇൻ പ്ലേ കളിയിൽ, ഇൻ പ്ലേ കളിയിൽ. ഓക്കെ. നെക്സ്റ്റ് വേർഡാണ് ഇൻ എ ഹറി ധൃതിയിൽ. ഓക്കെ. ഇൻ എ ഹറി ധൃതിയിൽ. ഓക്കെ. അടുത്തത് വന്ന വാക്ക് തന്നെ വീണ്ടും അവിടെ വന്നേക്കണം കേട്ടോ. ടൈപ്പിങ്ങിനെ പറ്റി മിസ്റ്റേക്കാണ്, മെയിൻ ചെയ്യേണ്ട. ഇൻ സീക്രട്ട് പറഞ്ഞാൽ അർത്ഥം ഇൻ പ്രൈവറ്റിന് രഹസ്യമായിട്ട്. ഇൻ ടൈം സമയത്ത്, ഇൻ ടൈം സമയത്ത്. പലപ്പോഴും നമ്മളൊരു ഫംഗ്ഷന് 9 മണിക്ക് എത്തേണ്ട നമ്മൾ 8:50 എത്തുകയാണെങ്കിൽ അത് ഇൻ ടൈമാണ്. നമ്മൾ 9 മണിക്ക് ഷാർപ്പ് അവിടെ എത്തുകയാണെങ്കിൽ ഓൺ ടൈമാണ്. അപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന സമയത്തിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് വരുമ്പോൾ അത് ഇൻ ടൈമാണ്. ഉദ്ദേശിച്ച സമയത്ത് കറക്റ്റായിട്ട് വരുമ്പോൾ ഓൺ ടൈമാണ്. സത്യം നമ്മൾ 2 സമയത്ത് എത്താറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും 9 മണിക്ക് എത്തേണ്ട ഫംഗ്ഷൻ നമ്മൾ മിക്കവാറും എത്തുമ്പോൾ 9:30 ആയിട്ടുണ്ടാവും. ഓക്കെ. അത് ടീച്ചേഴ്സിന് നല്ലതല്ല. നല്ല ഒരു പങ്ക്ച്വാലിറ്റി നമ്മുടെ ലൈഫിലൊക്കെ വളർത്തിയെടുക്കുന്നത് ടീച്ചേഴ്സിന് ആവശ്യം തന്നെയാണ്. കാരണം നമ്മളെ കണ്ട പിള്ളേർ പഠിക്കാം. മനസ്സിലായില്ലേ? നമ്മളെ കണ്ടാണ് പിള്ളേർ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യാൻ പോകേണ്ടവരാണ്. ഒരു 3-4 മാസം കഴിഞ്ഞാൽ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടവരാണ്. 5 മാസം കഴിഞ്ഞാൽ സാലറി വാങ്ങേണ്ടവരാണ്. ഞാൻ വെറുതെ തമാശക്ക് പറയല്ല, ആരെയും പിരി മുറുക്കാനോ പിരി ടൈറ്റാക്കാനോ പറയല്ല, സ്ക്രൂ ചെയ്യാൻ വേണ്ടി പറയല്ല. ഞാൻ നടക്കാൻ പോകേണ്ട കാര്യം പറയണം. ഓക്കെ. 4-5 മാസം കഴിഞ്ഞാൽ അക്കൗണ്ടിൽ 8,000, 5,000, 10,000 സാലറി വാങ്ങാനുള്ളവരാണ് നമ്മൾ. അപ്പം അങ്ങനെയുള്ള നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ട കാര്യമാണ് ഇൻ ടൈം. നമ്മൾ സ്കൂളിൽ എത്തുന്നതും നമ്മൾ ഫംഗ്ഷനൊക്കെ എത്തുന്നതും ഇൻ ടൈം ആയിരിക്കണം. എന്നാൽ സ്കൂളിൽ നിന്ന് പോരുന്നത്, ഡ്യൂട്ടി കഴിഞ്ഞ് പോരുന്നത് ഇൻ ടൈമോ ഓൺ ടൈമോ ആവണ്ട. ഞാൻ കാണാറുണ്ട് ചില അധ്യാപികമാരും അധ്യാപകരും ബെല്ലടിക്കാൻ വേണ്ടി കാത്തിരിക്കാവും ബാഗ് എടുത്ത് ഓടാൻ. പണ്ടൊക്കെ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് LP സ്കൂളിലൊക്കെ ജയ ഹേ ഞങ്ങൾ ഫസ്റ്റ് കാലെടുത്ത് വെച്ചു ഡോറിൻ്റെ ഭാഗത്തേക്ക്, ജയ ഹേ. സെക്കൻഡ് എടുത്ത് വെച്ചു ജയ 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 ഹേ. ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും. ബെല്ലൊന്നും അടയ്ക്കാൻ വേണ്ടി കാത്തിക്കൂല. പഴയ കാലത്ത് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. സ്കൂൾ വിടുമ്പോൾ വല്ല തിഹാർ ജയിൽ വിട്ട മാതിരിക്കാണ്. അവിടെ ഒരു ഓട്ടമാണ്. പിന്നെ ഓടിയിട്ടൊരു 1/2 കിലോമീറ്റർ ഓടിയിട്ട് ബാക്ക് നോക്കുള്ളൂ. ഒന്നും ഓടാൻ പറ്റൂല. കാരണം സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ബസ് നിറഞ്ഞിരിക്കുകയാണ്. ബസ്സുകളെ, സ്കൂളിൻ്റെ ബസ്സുകളെ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ബസ് പോയിട്ട് ഒരു ഓട്ടോ പോലും ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? സ്കൂളിലേക്ക് വേണ്ട പിന്നെ അരി പോലും ഞങ്ങൾ അടുത്തുള്ള UP സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള UP സ്കൂളിൽ വരും. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക, പരിപ്പാടിയും ചായയും വാങ്ങി തന്നുകൊണ്ട് HM ആ അരി ആ സ്കൂളിൽ നിന്ന് ഏറ്റിക്കൊണ്ടിരാൻ പറയും. മനസ്സിലായല്ലോ കേട്ടോ? ഞാൻ പറഞ്ഞത് എടരിക്കോട് ക്ലാരി സ്കൂളിൻ്റെയും ഞാൻ പഠിച്ച പിന്നെ അമ്പലവട്ടം GLP ക്ലാരി സ്കൂളിൻ്റെയും ചരിത്രമാണ്. ഓക്കെ. അത് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അടുത്ത 5-6 മാസം 4-5 മാസം ഞാൻ സാലറി വാങ്ങാനുള്ളവരാണ്. പങ്ക്ച്വാലിറ്റിയൊക്കെ ഇപ്പം തന്നെ പാലിച്ചോളിട്ടാവും. ഇനി കണ്ണാടിൻ്റെ മുമ്പിൽ എന്തെങ്കിലും സമയം വൈകിപ്പിക്കേണ്ട. നമ്മൾ ടീച്ചർമാരെ മിക്കവാറും സ്കൂൾക്ക് വൈകുകയാണെങ്കിൽ മെയിൻ റീസൺ
കണ്ണാടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ബസ് വൈകും, ഉറപ്പാണ് അല്ലേ? നമ്മളിപ്പോൾ 8:50 സ്കൂൾ എത്തണമെങ്കിൽ എങ്ങനെ? പിന്നെ എന്ത് പറഞ്ഞു? ഞാൻ കേട്ടില്ല. അതിന് നിങ്ങൾ ഇനി ഫീലിംഗ് ആവണ്ട. ടീച്ചിങ് പ്രാക്ടീസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് ആളുകൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സംശയമുണ്ട്. ടീച്ചിങ് പ്രാക്ടീസ് പോകാനുള്ള സമയം ആവണേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സാറ് ഹാബി സാറ് നിങ്ങൾ ഒഫീഷ്യലി മിസ്സുമാരൊക്കെ ഒഫീഷ്യലി അറിയിക്കും. അപ്പം മാത്രം പോയാൽ മതി. പോകുന്ന ആ സ്കൂളിൽ നന്നായിട്ട് കുട്ടികളെ സ്നേഹിക്കുക. അതിനുള്ള സ്കൂളിൽ ഇൻ്റർവ്യൂ ഇല്ലാതെ ആ സ്കൂളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 7,500 8,000 ഒക്കെ അല്ലെങ്കിൽ 9,000 സാലറി കിട്ടിയിട്ട് അവിടെ പോസ്റ്റ് ആവാനുള്ള പണി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടികളെ നല്ലോണം സ്നേഹിച്ച് ക്ലാസ് എടുക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തലവലിക്കൽ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പിടക്കുകയും വേണം. പിടക്കുന്നതും സ്നേഹിക്കുന്നതിനെയാണ്. കൊടുക്കുക, അടി അതും വേണം കേട്ടോ. മെല്ലെ മെല്ലെ അടിച്ചാൽ മതി കേട്ടോ. ഈ 2 സ്നേഹം നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മിക്കവാറും ആ മാനേജ്മെൻറ്റ് നിങ്ങളെ സ്പോട്ട് ചെയ്യും. ആ PTA നിങ്ങളെ സ്പോട്ട് ചെയ്യും. ടീച്ചിങ് പ്രാക്ടീസ് 2ാമത്തെ ആഴ്ച ടീച്ചിങ് പ്രാക്ടീസ് 2 ആഴ്ച മതി ടീച്ചിങ് പ്രാക്ടീസ് മാക്സിമം. അത് കഴിഞ്ഞ് പോരുമ്പോൾ നിങ്ങളോട് പറയും, മാഡം സംഭവം നിങ്ങളുടെ ക്ലാസ്സൊക്കെ നന്നായിരുന്നു, മാഡം അടുത്ത അക്കാഡമിക് ഇയറിൽ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ഉണ്ടോ, എന്തെങ്കിലും ഏതെങ്കിലും സ്കൂളുമായിട്ട് മാഡം എൻഗേജ് ആയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളാണ് സൈൻ ചെയ്യല്ലേ. കാരണം വെച്ചാൽ നമുക്ക് അടുത്ത ജൂൺ മുതൽ നമുക്ക് ടീച്ചർ ആവശ്യമുണ്ട്. എന്തായാലും ഇവിടുത്തെ ടീച്ചർ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന സാലറി 8,500 ആണ്, മാഡത്തിന് അതിനെ തരാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഞാൻ എൻ്റെ ഹസ്ബൻഡ് നമ്പർ തരാം, അവരും കൂടി നിങ്ങൾ വിളിക്കണം, കാരണം അവരാണ് നമ്മളെ കാര്യങ്ങൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഫാദർ നമ്പർ തരാം, അല്ലെങ്കിൽ അവർ ആദ്യം തന്നെ സ്കൂളിലെ പ്രിൻസിപ്പാൾ നിങ്ങളുടെ ഫാദർ നമ്പർ ചോദിക്കും. നല്ല മഴ ഇവിടെയുണ്ട് കേട്ടോ. ക്ലാസ് കുറച്ച് സ്റ്റക്കാണ് അല്ലേ? ഇന്ന് സ്റ്റക്ക് ഉണ്ടാവും, കാരണം കേരളം മൊത്തം മഴയാണ്. അപ്പോൾ പോയി പറഞ്ഞൊരു ഫീലിംഗ് ആവണ്ട. ഫാത്തിമ, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂളിൽ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ഫീലിംഗും അതിൽ വേണ്ട. ഓക്കെ, ഇഷ്ടംപോലെ കുട്ടികൾ ഇങ്ങനെ പോയി ജോയിൻ ചെയ്ത് അനുഭവം ഉണ്ടാകുമെന്ന് പറയാണ്. ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഫാത്തിമ വഫ ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഭാഗം എടുക്കുന്നില്ല. ഇവിടെ വെച്ച് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കാരണം മഴയാവുമ്പോൾ നമ്മൾ ക്ലാസ് ഇറക്കൂല. ചിലപ്പോൾ നാളെയും കൂടി മഴ ഉണ്ടാവും, സ്റ്റക്ക് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് അടുത്തൊരു ക്ലാസ് എടുക്കാം. ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇന്ന് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടാവും. റെക്കോർഡിംഗ് നാളേക്ക് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, കാരണം കുറേ ആൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ എല്ലാവരും ഇനി ലെഫ്റ്റ് അടിച്ചോളൂ. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ വിത്ത് സ്വീറ്റ് ഡ്രീംസ്. എനിക്കും കുറച്ച് പ്രോബ്ലം ഉണ്ട്, കാരണം നല്ല ത്രോട്ട് സോർ ഉണ്ട് കേട്ടോ. ഓക്കെ, വെൽക്കം. നമുക്ക് ഇന്ന് ഉൾപ്പെടെയുള്ള ക്ലാസ് നമുക്ക് വേറെ ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ, ഈ ആഴ്ച തന്നെ വേറെ ക്ലാസ് ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച ക്ലാസ് മിസ്സായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.